പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെന്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു എക്സ്പെരിമെന്റ് തന്നാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതാം, എങ്ങനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന കാര്യം എഴുതുക എന്ന് ചോദിച്ചാൽ ആ എക്സ്പെരിമെന്റിന് നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ റിസൾട്ടുകളുടെയും കളക്ഷൻ, അതാണ് എന്തായിട്ട് വരിക, സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരുന്നത്. അപ്പം നമ്മൾക്ക് സാമ്പിൾ സ്പേസ് എഴുതാൻ ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങളാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഇൻ വിച്ച് എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി. ഒരു കോയിൻ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, റിപ്പീറ്റായിട്ട് കോയിൻ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ്, ഹെഡ് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളത് നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കാം. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ചിലപ്പോൾ ആദ്യത്തെ ടോസിങ്ങിൽ തന്നെ ഹെഡ് ഒക്കെയർ ചെയ്യാം. അപ്പോൾ ഒരു റിസൾട്ട് എന്താണ്, ഹെഡ് ഒക്കെയർ ചെയ്യും. അല്ലെങ്കിൽ ആദ്യത്തെ ടൈലാവും, പിന്നെ ഹെഡ് വരാം. രണ്ടും ടൈൽ വരാം, പിന്നീട് ഹെഡ് കിട്ടാം. 3 ടൈൽ വരാം, പിന്നീട് ഹെഡ് എന്ന് പറയുന്ന കാര്യം കിട്ടാം. ഇങ്ങനെ ടൈൽ എഴുതുക എന്ന് പറയുന്നതിന് ഒരു കൃത്യമായ ഒരു പരിധി നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കുറേ റിസൾട്ടുകൾ അതിനുണ്ട്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഫൈനൈറ്റ് കളക്ഷൻ ആണ് കയറി വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഇതേപോലെ ചിലപ്പോൾ എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടിൽ എ ടെയിൽ കംസ് അപ്പ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. ആദ്യത്തിൽ തന്നെ ടൈൽ വരാം, അല്ലെങ്കിൽ ആദ്യം ഹെഡ് വരും, പിന്നീട് ടൈൽ വരും, അല്ലെങ്കിൽ ആദ്യത്തെ 2 ഹെഡ് ആവും, അടുത്തത് ടൈൽ ആവും. അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം സാമ്പിൾ സ്പേസ് എഴുതാൻ തന്നെയാണ്. ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് 3 കോയിൻസ് ആർ ടോസ്ഡ് വൺസ്. 3 കോയിൻ ഒരേ സമയം ടോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കൊന്ന് എഴുതി നോക്കാം. എസ് ഇസ് ഈക്വൽ ടു 3 കോയിനും ഹെഡ് വരാം, ഹെഡും ടൈലും വരാം, ഹെഡും ടൈലും ഹെഡും വരാം, ഹെഡും ടൈലും വരാം, ടൈലും ഹെഡും വരാം, ടൈലും ഹെഡും വരാം, ടൈലും ടൈലും വരാം, ടൈലും വരാം. അതായത് ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്, 8 എലമെന്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 1 2 3 4 5 6 7 8. ഇതെങ്ങനെയാണ് 8 എണ്ണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സാധ്യതയാണുള്ളത്, ഹെഡോ അല്ലെങ്കിൽ ടൈലോ. ഇവിടെ അറ്റ് എ ടൈമിൽ എത്ര കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്, 3 കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 × 2 × 2 എത്ര വരും, 8 വരും. അങ്ങനെയാണ് ഇതിൽ 8 എലമെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതിന് 2 ഇവന്റുകളുണ്ട്. അത് എപ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ ആ 2 ഇവന്റുകളിലും കോമൺ എലമെന്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എയും ബിയും 2 ഇവന്റുകളാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കണം. എയും ബിയും എക്സ്പോസിറ്റീവ് ഇവന്റ്സ് ആവണമെങ്കിൽ എയും ബിയും തമ്മിൽ യൂണിയൻ എടുത്താൽ അത് സാമ്പിൾ സ്പേസ് തന്നെ ആയിരിക്കണം. ഇങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്പോസിറ്റീവ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. നമ്മുടെ ചോദ്യം ഒന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഡൈ റോൾ ചെയ്യുക, അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഒരു ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ റിസൾട്ടുകൾ നമുക്ക് കിട്ടും, 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. Let A be the event that die shows 4. ഈ കിട്ടുന്നതിൽ 4 ഷോ ചെയ്യുക എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന ഇവന്റ്.
B be the event that die shows an even number. ഈവൺ നമ്പർ ഷോ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ഇവന്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താണ്? ചെക്ക് വെദർ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സുകളാണോ? രണ്ടാമത്തതോ എയും ബിയും എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എഴുതുക. എ എന്ന് പറയുന്നതിന്റെ ലിസ്റ്റ് ചെയ്ത ഫോം എഴുതുക, ബി എന്ന് പറയുന്നതിന്റെ ലിസ്റ്റ് ചെയ്ത ഫോം എഴുതുക. അപ്പൊ ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? സെറ്റ് 1 2 3 4 5 6. എ ഈക്വൽ ടു 4 ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? സെറ്റ് 4 മാത്രമേ വരികയുള്ളൂ. ബി ഈക്വൽ ടു ഈവൺ നമ്പർ ഷോ ചെയ്യാം, 2 വരും, 4 വരും, 6 വരും. ഇനി നമ്മുടെ ആദ്യത്തെ പാർട്ടിലേക്ക് പോവാം. ആദ്യത്തെ പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ അവയുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു, എയില് 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട്. അപ്പോൾ ഇവിടെ സെറ്റ് 4 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് വരും. ഇതൊരിക്കലും എന്തല്ല, നോട്ട് ഈക്വൽ ടു 5. എ ഇന്റർസെക്ഷൻ ബി അപ്പൊ എന്തല്ല എന്നർത്ഥം? 5 അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? therefore A and B are not mutually exclusive. A and B are not mutually exclusive. അടുത്ത സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കും. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് എയും ബിയും എക്സോസ്റ്റീവ് ഇവന്റ് ആണോ എന്നാണ് നോക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ എയും ബിയും തമ്മിൽ യൂണിയൻ എടുക്കുക. എ യൂണിയൻ ബി, എ യൂണിയൻ ബി ഈക്വൽ ടു, യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെറ്റിലെയും എലമെന്റുകൾ ചേർത്തി എഴുതുക, ആവർത്തിച്ച് വരുന്നത് ഒരു തവണ മാത്രം എഴുതുക. ഇവിടെ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഇവിടെ പിന്നെ 4 തന്നെയാണ് ഉള്ളത്. അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സെറ്റ് 2 4 6. ഇതൊരിക്കലും എന്തല്ല, സാമ്പിൾ സ്പേസ് അല്ല. ഇത് സാമ്പിൾ സ്പേസ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? എ ആൻഡ് ബി ആർ നോട്ട് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയാം. അപ്പൊ കൺക്ലൂഡ് ചെയ്യാണ്. therefore A and B are not exhaustive events. Not exhaustive events. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കുറച്ച് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ ചാപ്റ്ററിൽ വരുന്ന ഫോർമുലാസുകളുമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആ ഫോർമുലാസുകൾ ഓരോന്നായിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തെ ഫോർമുല വരുന്നത് probability of not A എന്ന് പറയുന്നത് probability of A complement equal to 1 minus probability of A. Probability of A or B, probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. Probability of not A and not B. Probability of A complement intersection B complements equal to 1 minus probability of A union B. Probability of not A or not B. Probability of A complement union B complement 1 minus probability of A intersection B. Probability of A but not B. Probability of A minus probability of A intersection B. Probability of B but not A. Probability of B minus probability of A intersection B. Probability of A union B equal to probability of A plus probability of B, where A and B are mutually exclusive.
A and B are mutually exclusive. ഇത്രയും ഫോർമുലാസുകളാണ് നമ്മൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഫോർമുലയുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 2/11. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ which is equal to 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് തുല്യമാണ്? 2/11. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 into 11 11 which is equal to 9/11. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. If P of a complement equal to 0.8, a complement പ്രോബിലിറ്റി 0.8 ആണ്. അങ്ങനെയാണെങ്കിൽ P of A എന്തായിരിക്കും? എന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? നമുക്കറിയാവുന്ന ഫോർമുല എന്താ? പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ. ഇത് നമുക്കറിയാവുന്ന ഫോർമുലയാണ്. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ ടൈമിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. Probability of A equal to 1 minus probability of A complements. അറിയാവുന്ന ഫോർമുലയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക മാത്രമേ അപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് P of A complement എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്? 0.8. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരിക? 0.2 ആണ് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് if 2/11 is the probability of an event A, then what is the probability of the event not A? A എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി 2/11 ആണ്. അങ്ങനെയാണെങ്കിൽ നോട്ട് എ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? അപ്പൊ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഫോർമുല പ്രകാരം ഇതിനെ എന്ത് എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ which is equal to 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഗിവൺ കണ്ടീഷൻ ആണ് 2/11. ഇതേപോലെയാണ് നമ്മൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുന്നു? നേരിട്ട് എഴുതി വെക്കുകയാണ്. It is equal to 9/11. എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് തൊട്ട് മുകളിലുള്ള ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. If P of A equal to 3/5, അതിന്റെ പ്രോബബിലിറ്റി 3/5 ആണ്. ബിന്റെ പ്രോബബിലിറ്റി 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഒരു കാര്യം കൂടി പ്രത്യേകം തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് തന്നിരിക്കുന്നത്? ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതി തന്ന ഫോർമുലയുടെ ലാസ്റ്റ് ഭാഗം എന്താ പറയുന്നത്? probability of A union B equal to probability of A plus probability of B, which is equal to probability of A എത്രയാണ് തന്നത്? 3/5 plus probability of B 1/5. ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ ആൻസർ കിട്ടും? 4/5. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തുകൂടി നമ്മൾ ചെയ്യാറുണ്ട്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്യാറുണ്ട്. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? അവിടെ മൈനസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും നിങ്ങളൊരു ഫോർമുല ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. ഇതെപ്പോഴാണ് അപ്ലൈ ചെയ്യുക? എയും ബിയും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യൂ. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ 0.5 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ഒരു കാര്യം പ്രത്യേകം ബ്രാക്കറ്റിനകത്ത് വന്നിട്ടുണ്ട്. given that A and B are mutually exclusive, എയും ബിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.5 പ്ലസ് 0.2 0.7.
ഇനി നമുക്ക് കോംപ്ലിമെന്റുമായി കണക്ട് ചെയ്ത് അറിയാവുന്ന ഒരു ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. എ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1ൽ നിന്നും എന്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്സ്. ഇത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ത് കണ്ടെത്തിയാൽ മതി. അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തി 0.7. 1ൽ നിന്ന് 0.7 മൈനസ് ചെയ്താൽ ബാക്കി 0.3 കിട്ടും. അടുത്ത ചോദ്യത്തിൽ പറയുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നോക്കൂ. ഈ ഇ ആൻഡ് എഫ് ആർ 2 ഇവന്റ്സ്. ഇയും എഫും 2 ഇവന്റുകളാണ്. അതിലെ ഇ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 1/4 ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ് എന്ന് പറയുന്നത് 1/8 ആണ്. ഈ പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇ ഓർ എഫ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഓർ എഫ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. അതിന്റെ ഫോർമുല എഴുതി വെച്ചു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുക്കുക. 1/4 പ്ലസ് 1/2 മൈനസ് 1/8. പ്രോബബിലിറ്റി ഓഫ് ഇ 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് എഫ് 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? 1/8 ആണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 1 into 2 2 plus 4 into 1 4 by 4 into 2 8 minus 1/8 which is equal to 6/8 minus 1/8 which is equal to 5/8. ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിയത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/8 എന്ന് പറയുന്നത് വരും, 1/8 എന്ന് പറയുന്ന ആശയം വരും. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നേരിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 5/8 എന്ന് പറയുന്ന ആശയം കിട്ടും. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ, നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്. ഞാൻ നിങ്ങൾക്ക് എഴുതാനുള്ള ഫോർമുല എയിലും ബിയിലും ആണ്. എയിലും ബിയിലും മാത്രം അത് ഓർമ്മയിൽ ഉണ്ടായാൽ പോരാ, അതിനെ എഡിറ്റ് ചെയ്യാൻ കൂടി നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് വരും. അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്. തൊട്ട് മുൻപേ നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. കിട്ടിയ ആൻസർ എത്രയാണ്? 5/8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാം. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 8 8 വരും, മൈനസ് 1 into 5 5 വരും, ഡിവൈഡഡ് ബൈ 8 which is equal to 3/8. ഈ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? എമ്മിന്റെ പ്രോബബിലിറ്റി 1/4 ആണ്. എന്നിന്റെ പ്രോബബിലിറ്റി 1/2 ആണ്. എം ഇന്റർസെക്ഷൻ എന്നിന്റെ പ്രോബബിലിറ്റി 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എം ഓർ എൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എം ആൻഡ് നോട്ട് എൻ. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അത് കണ്ടെത്തുക എന്നുള്ള കാര്യം നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എം ഓർ എൻ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എം യൂണിയൻ എൻ. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയനാണ്. ഫോർമുല പ്രകാരം ഇതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എം പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എൻ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എം ഇന്റർസെക്ഷൻ എൻ which is equal to 1/4 plus 1/2 minus 1/6. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തപോലെ തന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 plus 4 divided by 8 minus 1/6. 1 into 2 2 വരും, 4 into 1 4 വരും, ഡിവൈഡഡ് ബൈ 4 into 2 8 വരും. അങ്ങനെയാണ് ഈ ടേം കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 6/8 minus 1/6.
ഇവിടെ നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 6 into 6 എന്ന് പറഞ്ഞാൽ 36 മൈനസ് 8 into 1 8 ഡിവൈഡ് ബൈ 8 into 6 48 which is equal to 28 by 48. രണ്ടിലും കോമൺ ആയിട്ട് 4 ഉണ്ട്. 4 ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ 7 ടൈംസ് ആണ് ഇവിടെയാണ് വരുന്നതെങ്കിൽ 12 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 7/12 ആണ് നമ്മുടെ എന്ത് വരിക, ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും രണ്ട് ഇവന്റുകളാണ്. എ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 0.54, ബി എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 0.69, എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി 0.35. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നമ്മുടെ അടുത്ത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഫോർമുല നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കിട്ടിയാലേ ഇത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു probability of A plus probability of B minus probability of A intersection B. ഇതിനെ നമുക്കറിയാവുന്ന ഡാറ്റകളൊക്കെ ഇതിലേക്ക് കൊടുക്കുക. probability of A എന്ന് പറയുന്നത് 0.54 പ്ലസ് probability of B എന്ന് പറയുന്നത് 0.69 മൈനസ് 0.35 which is equal to ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 1.23 minus 0.35 which is equal to 0.88. അപ്പോൾ നമുക്ക് യൂണിയന്റെ പ്രോബബിലിറ്റി കിട്ടി. ഇനി നമുക്ക് ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാം. Therefore probability of a complement intersection B complement equal to 1 minus probability of A union B which is equal to 1 minus 0.88 which is equal to 0.12. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾ പി ഓഫ് എ 0.5 ആണെന്ന് തന്നിട്ടുണ്ട്, പി ഓഫ് ബി 0.6 ആണെന്ന് തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.3 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എ കോംപ്ലിമെന്റ് കാണണം, പി ഓഫ് ബി കോംപ്ലിമെന്റ് കാണണം, പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണണം, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണണം. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 minus P of A equal to 1 minus P of A എന്ന് പറയുന്നത് എത്രയാണ്? 0.5. 1 ൽ നിന്ന് മൈനസ് ചെയ്താൽ എന്ത് തന്നെയാണ് കിട്ടുക? 0.5 തന്നെയാണ് കിട്ടുക. Probability of B complement equal to 1 minus probability of B. 1 minus probability of B എത്രയാണ്? 0.6. 0.6 which is equal to 0.4. Probability of A complement union B complement equal to formula പ്രകാരം 1 minus probability of A intersection B which is equal to 1 minus A intersection B ന്റെ probability നമുക്ക് തന്നിട്ടുണ്ട് 0.3 which is equal to 0.7. ഇനി probability of A complement intersection B complement കാണണം. അതിന് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് ഫോർമുല. പക്ഷേ എ യൂണിയൻ ബിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി which is equal to പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.5 പ്ലസ് 0.6 മൈനസ് 0.3 which is equal to 1.1 minus 0.3 which is equal to 0.8. അപ്പോൾ എ യൂണിയൻ ബിന്റെ പ്രോബബിലിറ്റി എന്താണ്? 0.8 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഫോർമുല വരുന്നത്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി which is equal to
1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത് 0.8. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0.2 ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം പറയുന്നത് if a and b are two events such that p of a equal to 0.42, p of b equal to 0.48, p of a intersection b equal to 0.16 അങ്ങനെയാണെങ്കിൽ p of not a കാണണം, p of not b കാണണം, p of a union b കാണണം. p of not a equal to p of a complement equal to 1 minus p of a. 1 minus അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ് 0.42. അപ്പോൾ 1 ൽ നിന്ന് 0.42 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.58. p of not b equal to p of b complement. ഫോർമുല എന്താണ് 1 minus p of b equal to 1 minus b ന്റെ പ്രോബബിലിറ്റി 0.48 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.52. p of a union b equal to p of a plus p of b minus p of a intersection b, which is equal to 0.42 plus 0.48 minus 0.16, which is equal to 0.90 minus 0.16, which is equal to 0.74. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ഭാഗത്ത് പറയാനുള്ളത്. സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്കോസ്റ്റീവന്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫോർമുലയെ ബേസ് ചെയ്ത് കിടക്കുന്ന ഡയറക്റ്റ് അപ്ലിക്കേഷൻ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് സെന്റൻസിൽ ചോദ്യങ്ങൾ തന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാവുന്ന ചോദ്യങ്ങൾ, കോമ്പിനേഷൻ എന്ന് പറയുന്ന ആശയം കയറി വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.